സർ, ഈ പദ്ധതിയൊക്കെ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരുപാട് റോഡുകളാണ് പൊളിക്കേണ്ടി വരുന്നത്. കരാറുകാർ ഇവരൊന്നും പുനരുദ്ധരിക്കുന്നില്ല. മാത്രമല്ല, പുനരുദ്ധരിച്ചാൽ തന്നെ പൊളിച്ച ഭാഗം മാത്രം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇത് മൊത്തം റോഡിൻ്റെ വീതിയുടെ 1/4 പോലും വരില്ല. ഈ സാഹചര്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ഉപയോഗിച്ച് ഈ റോഡ് മൊത്തം റെസ്റ്റോർ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, പ്രധാനമായിട്ടും തദ്ദേശ റോഡുകൾക്ക് കേടുപാട് വരുന്നത് ജലജീവൻ മിഷന്റെ പൈപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൂടി കണക്കിലെടുത്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി 2ാം ഘട്ടം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അത് 1000-ലധികം കോടി രൂപ, 1000 കോടിയാണ് ആദ്യം ഉദ്ദേശിച്ചതെങ്കിലും പിന്നെ ടെൻഡർ എക്സസ് കൂടി വന്നപ്പോൾ ഏതാണ്ട് 200 കോടി കൂടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 3500-ലേറെ റോഡുകൾക്ക് ഭരണാനുമതിയായി. നല്ല നിലയിൽ അതിൻ്റെ പുരോഗതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർ. മാത്രമല്ല, ഈ ജലജീവൻ മിഷന്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തകർന്ന റോഡുകൾ അത് തൽക്കാലം തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ അത് ഉപയോഗിച്ച് തന്നെ അടിയന്തരമായിട്ട് പുനർനിർമ്മിക്കാനും പിന്നീട് അത് റീകൂപ്പ് ചെയ്ത് കൊടുക്കാനുമുള്ള ഒരു തീരുമാനം സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും എന്ന കാര്യവും അറിയിക്കുകയാണ്.